മദ്യമുപയോഗിച്ച് കാറുകൾ ഓടിക്കാമെന്നും അതിന് പെട്രോളിന് തുല്യമായ കരുത്തുണ്ടെന്നും ഒരു സംസാരമുണ്ട്. ഇത് പരീക്ഷിച്ചു നോക്കുന്നതിനായി മിത്ത് ബസ്റ്റേഴ്സ് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ 3 കാറുകൾ തിരഞ്ഞെടുത്തു. ഈ കാറുകളുടെ ഫ്യൂവൽ സിസ്റ്റത്തിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ 96% ആൽക്കഹോൾ അടങ്ങിയ മദ്യമാണ് ഇന്ധനമായി ഉപയോഗിച്ചത്. 1970കളിലെ കാർ. ഈ വണ്ടി വളരെ പ്രയാസപ്പെട്ടാണ് സ്റ്റാർട്ടായത്. ഏകദേശം 20 മീറ്റർ മാത്രമേ ഇതിന് ഓടാൻ കഴിഞ്ഞുള്ളൂ. പഴയ കാലത്തെ കാർബറേറ്ററുകൾ ആൽക്കഹോളുമായി പൊരുത്തപ്പെടുന്നവയായിരുന്നില്ല. 1990കളിലെ കാർ. ഈ വണ്ടി തടസ്സങ്ങളില്ലാതെ സ്റ്റാർട്ടാവുകയും പരീക്ഷണം പൂർത്തിയാക്കുകയും ചെയ്തു. എങ്കിലും എഞ്ചിനിൽ നിന്ന് വലിയ ശബ്ദം കേൾക്കുകയും അതിന്റെ പവർ കൃത്യമല്ലാതിരിക്കുകയും ചെയ്തു. 2 ലാപ്പുകൾക്ക് ശേഷം ഈ കാറിന്റെ കരുത്ത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 2010ലെ ഫോർഡ് മസ്റ്റാങ്. ഈ ആധുനിക കാർ ആൽക്കഹോളിൽ വളരെ മികച്ച രീതിയിൽ ഓടി. ഒരു റേസിംഗിൽ പെട്രോൾ ഉപയോഗിച്ച് ഓടുന്ന കാറിനേക്കാൾ മികച്ച പ്രകടനമാണിത് കാഴ്ചവെച്ചത്. 3 തരം മദ്യമാണ് പരീക്ഷണത്തിനായി ഉപയോഗിച്ചത്. ആൽക്കഹോൾ അളവ് 75%-ത്തിൽ താഴെയാണെങ്കിൽ എഞ്ചിൻ പ്രവർത്തിക്കില്ലെന്ന് പരീക്ഷണത്തിൽ തെളിഞ്ഞു. 85%-മോ അതിനു മുകളിലോ ആണെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ ഓടുകയും ആൽക്കഹോളിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പ്രകടനം മെച്ചപ്പെടുകയും ചെയ്തു.